ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ പണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ വീട്ടിലാണ്. ഇവിടെ പണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളുകളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് രാവിലെ പരിപാടി ശരിക്കും വരുന്നത്? പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം കുടുംബ വീടുകളിലൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരും ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തി സന്തോഷം പങ്കിടുകയാണ്. എന്താണ് ഈ പെരുന്നാൾ ദിനത്തിൽ പറയാനുള്ളത്? പെരുന്നാൾ ഈ വർഷത്തെ പെരുന്നാളിന് സംബന്ധിച്ചോളം കാക്കവട ഇല്ല. സാദിഖലി തങ്ങൾ ഹജ്ജിലാണ്. ഹജ്ജ് കർമ്മത്തിന് പോയവരൊക്കെ വളരെ നല്ല രീതിയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിച്ചു. അതിൽ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പെരുന്നാളിൽ പൊതുവേ നമ്മൾ കുടുംബബന്ധം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അത് ഇങ്ങനെ കുടുംബങ്ങൾ സന്ദർശിച്ചുകൊണ്ട് എല്ലാവരും പെരുന്നാളിന് എല്ലാവരും പൊതുവേ പണക്കാട് കുടുംബം ഒന്നിച്ചു കൂടുന്നൊരു പതിവുണ്ടെന്ന്. ഇന്ന് ബലിപെരുന്നാൾ ദിനമായതുകൊണ്ട് സയ്യിദ് അബ്ബാസ് അലി തങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടുന്നത്. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മത്തിനായി പോയി. കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് ഒരു സൗഹൃദമായി ഇവിടെ ഒത്തുകൂടുകയും വിവിധ വീടുകളിൽ അടുത്ത വീടുകളിലൊക്കെ കയറിയാണ്. ഞങ്ങൾ സാഹിബുണ്ട്, അദ്ദേഹത്തിന് ഒപ്പമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഉണ്ട്. ഈ ഇലക്ഷൻ്റെ തിരക്കിനിടയിലാണ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഒത്തുകൂടുന്നത് കൂടി ഉണ്ടല്ലോ. അല്ല, ഇത് ഒരു പതിവാണ് വർഷങ്ങളായിട്ടുള്ള പാണക്കാട് സന്ദർശനം. അപ്പോൾ അത് ഒരു വീട്ടിലെല്ലാവരും കൂടുമ്പോൾ ആ വീട് എല്ലാവരുടെയും കേന്ദ്രമാവും. സാദിഖ് അലി തങ്ങളാണ് യഥാർത്ഥ ഹജ്ജിൻ്റെ സെൻട്രലാണുള്ളത്, മക്കത്താണ്. അപ്പോൾ ഈ തവണത്തെ പെരുന്നാളിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തങ്ങൾ അവിടുന്ന് ദ്വാരക്കും എല്ലാവരുടെയും നന്മക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഇന്ന് പള്ളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇവിടെ കൂടി സൗഹൃദം പങ്കിടുകയാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സൗഹൃദ വേളയാണല്ലോ. സ്നേഹം പങ്കിടുകയാണ്, പരസ്പരം സൗഹൃദം പങ്കുവെച്ച് സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയാണ്. പെരുന്നാളിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പണക്കാട് സന്ദർശനമാണ്. അത് പതിവായവർ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. തലമുറകളായി ഇങ്ങനെ ഒരു പാണക്കാട് സന്ദർശനം അത് ഏറ്റവും നിർബന്ധമാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകും. ഓക്കെ, ഇപ്പോൾ മുനവറലി തങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ? നമസ്കാരം കഴിഞ്ഞ ശേഷം എല്ലാവരും ഇതേമാതിരി കുടുംബ വീടുകളിൽ സന്ദർശിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അബ്ബാസിൻ്റെ വീട്ടിലാണ് എല്ലാവരുള്ളത്. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് വലിയ പെരുന്നാൾ നൽകുന്നത്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. തങ്ങൾ എന്താണ് ഇന്ന് ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്? ശരിക്കും എല്ലാ പെരുന്നാളും പോലെ പാണക്കാട് എല്ലാവരും സഹോദരന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ജൂനിയേഴ്സ് മാത്രമേ ഉള്ളൂ. വലിയ ഞങ്ങൾ ഹജ്ജിലാണ്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ. സാധാരണ നമ്മുടെ സ്ഥിര സാന്നിധ്യമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അബ്ബാസ് തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി രാവിലെ പള്ളി കഴിഞ്ഞ് നമ്മുടെ കുടുംബ വീട്ടിലൊക്കെ പോയി ഇവിടെ ഒത്തുകൂടി. അപ്പോൾ ഇന്നാണ് നമ്മൾ ശരിക്കും തമ്മിൽ കാണുന്ന ദിവസം. നാട്ടുകാരും കുടുംബക്കാരൊക്കെ ആ ഒരു സൗഹൃദം പങ്കിടാനൊക്കെ ഉള്ള ഒരവസരം കൂടിയാണിത്. വലിയ പെരുന്നാളെന്ന് പറയുമ്പോൾ മറ്റുള്ള പെരുന്നാൾ വ്യത്യസ്തമായി ഇതൊരു വലിയ ത്യാഗത്തിൻ്റെ സ്മരണകളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ത്യാഗം, അവരുടെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതിന് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അംഗീകാരം, ഓർമ്മകളാണ് ഈ ഹജ്ജിലൂടെ നമുക്ക് ദീർഘകാലം ഇവിടെ ജീവിക്കാൻ പോകുന്ന വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമായി സർവശക്തൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് കുറച്ച് പുറത്തുനിന്നൊക്കെ ആളുകൾ വന്ന് ഒരാൾക്കൂട്ടം ഉണ്ടാവില്ല രാവിലെ തന്നെ? അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഇവിടെ നമ്മളെ കാണാൻ വരും. നാട്ടുകാരാണ്, എല്ലാവർക്കും നാട്ടുകാർക്ക് കാണാൻ കൂടിയിട്ടുള്ള അവസരം കൂടിയാണ്. കാരണം നാട്ടുകാരെ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാകാറില്ല. അതുപോലെ മറ്റുള്ള നമ്മുടെ സൗഹൃദ ബലത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള അവരെ കാണാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു അവസരം കൂടിയാണിത്. അപ്പോൾ ഈ പെരുന്നാൾ ദിനത്തിൽ പണക്കാട് കുടുംബം ഒന്നിച്ച് കൂടുന്ന റഷീദ് അലി തങ്ങൾ കൂടിയുണ്ട്. പതിവ് സന്ദർശനമാണ് പെരുന്നാളിൽ. എല്ലാ വീടുകളും കുടുംബ വീടുകളൊക്കെ സന്ദർശിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെരുന്നാളിൽ എല്ലാവരും നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് സൗഹൃദം, സ്നേഹം ഒക്കെ പങ്കുവെച്ച് എല്ലാവരും ഒരുമിച്ചിരിക്കുക. ആ രീതിയിലാണ് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു സ്മരണയാണ് ബലി പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബലി പെരുന്നാൾ ആശംസ തരുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ ഒരു സന്ദർശനം പതിവാണ്. ഈ കുടുംബക്കാരെല്ലാവരും സംഗമിക്കലുണ്ട് പെരുന്നാൾ. എല്ലാവർക്കും പെരുന്നാൾക്കും ഇതേമാതിരി ഇപ്രാവശ്യം സംഘടിപ്പിക്കുക എല്ലാ കുടുംബവും ബന്ധപ്പെടുന്നു. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പണക്കാട്ട് വീട്ടിൽ എല്ലാവരും എത്തുന്നു, പണക്കാട്ടെ സഹോദരന്മാർ ഒന്നിച്ചു കൂടുന്നുള്ളതാണ്. ഇത്തവണ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇല്ല, അദ്ദേഹം ഹജ്ജിന് പോയതാണ്. അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്കൊപ്പമാണ് ഇന്നിവിടെ ഈ ഒത്തുകൂടൽ എന്ന് പറയുന്നത്.